ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിൽ തന്റെ നിലപാട് എല്ലാവരും അംഗീകരിച്ചെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. തീരുമാനം നന്നായെന്നാണ് എല്ലാവരും പറയുന്നതെന്ന് ജി സുകുമാരൻ നായർ 24-നോട് പറഞ്ഞു. മാധ്യമങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പണം കൊടുത്താൽ ആർക്കും ഫ്ലെക്സ് വയ്ക്കാമെന്നും NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഫ്ലെക്സ് ആർക്ക് വേണേലും രൂപ കൊടുത്താൽ കിട്ടുമല്ലോ. പേര് വെക്കാതെ ഏത് ഫ്ലെക്സ് വേണേലും വെക്കരുത്. എവിടെ ഒരു പ്രതിഷേധമില്ല, ഒരനക്കവും ഇല്ല. NSSന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അനുകൂലമായിട്ടുള്ള ഈ തീരുമാനം നന്നായി എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ജനങ്ങളും ഭൂരിപക്ഷം നിൽക്കുന്നത് അങ്ങനെയാണെന്നാണ് എന്റെ വിശ്വാസം. കോൺഗ്രസ്സുകാരോ BJP-ക്കാരോ അനുനയത്തിന് വല്ലതും വന്നോ? ഇല്ല, ആരും വരാനും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആരും വന്നുമില്ല. ഇതിനിടെ NSS നിലപാടിൽ പ്രതിഷേധിച്ച് ചങ്ങനാശ്ശേരി NSSൽ 4 പേർ രാജിവെച്ചു. ചങ്ങനാശ്ശേരിയിലെ പഴുവാതിൽ കുടുംബമാണ് രാജിവെച്ചത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഇതിപ്പോൾ അങ്ങനെ പ്രതിഷേധം അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഉയരുന്നുണ്ട്. നമ്മൾ ഇന്നലെ ബാനർ കണ്ടു, ഇന്നും പത്തനംതിട്ടയിൽ ബാനർ ഉയർന്നു. ഇപ്പോൾ ഒരു കുടുംബത്തിന്റെ രാജി, അങ്ങനെയൊക്കെയുള്ള ചില വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ കൂടിയായിരുന്നോ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം? അനുജ, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ NSSനുള്ളിൽ നിന്ന് തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടതാണ്, ഇന്ന് രാവിലെയും കണ്ടു. അതുപോലെ ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഒരു കുടുംബം 4 പേരാണ് NSSൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. അതുപോലെ എറണാകുളത്ത് സമാനമായ സംഭവം ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇക്കാര്യങ്ങളാണ് NSS ജനറൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധമില്ല. അതിനപ്പുറത്തേക്ക് തന്റെ നിലപാടിന് എല്ലാവരും പിന്തുണ നൽകുകയാണ് ചെയ്തത് എന്നാണ് ജനറൽ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് NSSനുള്ളിൽ തന്നെ അങ്ങനെ ഒരു പ്രതിഷേധം ഉയർന്നു വന്നിട്ടില്ല. എല്ലാവർക്കും പിന്തുണയാണ്. അതുപോലെ തന്നെയാണ് പൊതുസമൂഹവും ജനങ്ങളും ഈ ഒരു നിലപാടിനെ അംഗീകരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസും BJP-യും ഈ ഒരു വിഷയത്തിൽ NSSന്റെ ഈ ഒരു നിലപാട് മാറ്റത്തിൽ വലിയ അതൃപ്തി അവർക്കുണ്ടായിരുന്നു. അനുനയ ചർച്ചകളൊക്കെ നടത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും അങ്ങനെ ആരും തന്നെ സമീപിച്ചിട്ടില്ല ഇതുവരെ. കോൺഗ്രസോ BJP ആരും തന്നെ സമീപിച്ചിട്ടില്ല. അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയല്ല തങ്ങൾ എന്നുള്ളൊരു നിലപാട് കൂടി സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. നിർണായകമായിട്ടുള്ളൊരു നിലപാടായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ, അത് വിജയമായിരുന്നു പറയുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന് പറയുന്നതിടത്താണ് വലിയൊരു മാറ്റം വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും ചർച്ചകൾ ഉണ്ടാകും. ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും NSSനുള്ളിൽ ഉയർന്നു വരാനുള്ള സാഹചര്യം. ഒരു കാര്യം ടോബി, ഇപ്പോൾ അദ്ദേഹം ഈ ആരും തന്നെ സമീപിച്ചിട്ടില്ല ചർച്ചയ്ക്കായി എന്നൊക്കെ പറയുമ്പോൾ പോലും പൂർണ്ണമായി വാതിൽ അടച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? അദ്ദേഹം പൂർണ്ണമായി വാതിലടച്ചു എന്നുള്ളതല്ല. അദ്ദേഹം പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരും ഇതുവരെ തന്നെ സമീപിച്ചിട്ടില്ല. അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടിരിക്കുകയല്ല ഞാനും എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ അങ്ങനെ ആരെങ്കിലും ചർച്ചയ്ക്ക് ചെന്നാൽ ഒരുപക്ഷെ അദ്ദേഹം എന്ത് മറുപടി പറയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അത്ര നല്ലൊരു നിലപാട് സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ മുമ്പും അദ്ദേഹത്തിന്റെ പല നിലപാടുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലരെയും NSS ആസ്ഥാനത്ത് നിന്ന് തന്നെ ഇറക്കി വിടുന്നതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്ര എളുപ്പം ഒരു അനുനയ ചർച്ചകളിലേക്കൊക്കെ പോകാൻ ആർക്കെങ്കിലും സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ NSSനുള്ളിൽ പ്രതിഷേധങ്ങൾ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമാണ്. പേരില്ലാത്ത ഫ്ലെക്സ് ആണ് വന്നതെന്ന് കൂടി അദ്ദേഹം പണം കൊടുത്താൽ ആർക്കും ഫ്ലെക്സ് വയ്ക്കാം, എല്ലാവരും നന്നായി ഈ തീരുമാനം എന്നാണ് പറയുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ 24-നോട് ജി സുകുമാരൻ നായർ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.